മന്ത്രി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് അനുഗ്രഹം വാങ്ങിയത് വിവാദമായി തുടരുമ്പോൾ പരിഹാസം നിറഞ്ഞ പ്രതികരണവുമായി മന്ത്രി ബിന്ദു കൃഷ്ണ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ എല്ലാവർക്കും ലോക ക്ഷീരദിനാശംസകൾ എന്ന് മാത്രം പറഞ്ഞ് ചോദ്യത്തിൽ നിന്നും മന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. വകുപ്പിനെ കുറിച്ച് മാത്രമേ മറുപടി പറയുകയുള്ളൂവെന്നും അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുമാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. UDFനും കോൺഗ്രസിനുമെതിരെ പരാമർശങ്ങൾ നടത്തുകയും ഇടതു പാളയത്തിൽ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളിയെ ബിന്ദു കൃഷ്ണ കണ്ടതിനെതിരെ കോൺഗ്രസിലും തർക്കങ്ങൾ രൂക്ഷമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ആലപ്പുഴയിലെ വസതിയിലെത്തിയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ കൂടിക്കാഴ്ച നടത്തിയത്. വെള്ളാപ്പള്ളിയുടെ മുന്നിൽ ബിന്ദു കൃഷ്ണ കൈകൂപ്പി നിൽക്കുന്നതും വെള്ളാപ്പള്ളി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമായ ചിത്രം വെള്ളാപ്പള്ളിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരെ വിമർശനമുയർന്നത്. എന്നാൽ ബിന്ദു കൃഷ്ണയ്ക്ക് പ്രതിരോധം തീർക്കാനും യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ രംഗത്തുണ്ട്. കള്ളപ്രചാരണങ്ങളുടെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന CPM നീക്കങ്ങൾക്ക് മുന്നിലേക്ക് ബിന്ദു കൃഷ്ണയെ ഇട്ടുകൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ലെന്നും ഏതറ്റം വരെയും പ്രതിരോധിക്കുമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പറഞ്ഞത്. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല സന്ദർശിച്ചത്. NSS ആസ്ഥാനം, കാത്തോലിക്ക സഭകളുടെ ആസ്ഥാനം, ഇസ്ലാം മത നേതാക്കൾ തുടങ്ങിയവരെയെല്ലാം അവർ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് പ്രീണനമല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്ന UDF നയമാണ്, വിഷ്ണു സുനിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ കൊച്ചിയിലെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. വെള്ളാപ്പള്ളി പ്രതിയായ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടത്. വെള്ളാപ്പള്ളി VD സതീശനെ സന്ദർശിക്കുമെന്നും തുഷാർ പറഞ്ഞിരുന്നു. തുഷാറിന്റെ ഈ കൂടിക്കാഴ്ചയും വിവാദമായി തുടരുമ്പോൾ തന്നെയാണ് ബിന്ദു കൃഷ്ണ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നതും.